പുള്ളിക്കാരനെ വണ്ടി എടുത്തിട്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ ഓടി കയറിയിരിക്കുന്ന ആളാണ് കേട്ടോ. തൃശ്ശൂർക്കാന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ ഒന്ന് മടിച്ചു. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ തൃശ്ശൂർക്കല്ല ഷൊർണൂർക്കാണ് പോരുന്നോ എന്ന് ചോദിച്ചു. കേൾക്കാൻ താമസില്ല, ഓടിച്ചാടി കയറിയിരുന്നു കേട്ടോ ഞാൻ വണ്ടിയിൽ. അപ്പം ഞങ്ങൾ പോകുന്നതേ ഓട്ടോയിലാണ്, ഞങ്ങളുടെ കുഞ്ഞാറ്റയുടെ കൂടെ കേട്ടോ. വണ്ടിയുടെ പേരാണ് കേട്ടോ കുഞ്ഞാറ്റാന്ന്. തൃശ്ശൂരപ്പുറം അധികം യാത്രയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ. അത് കാരണം തന്നെ ഈ പോണ വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ശരിക്കും അതിശയമായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ നോക്കിയിരുന്നത്. അപ്പം തൽക്കാലം എൻ്റെ കഥകൾ ഇവിടെ നിർത്താട്ടോ. ഞാൻ പോകുന്നതേ എൻ്റെ ചേട്ടനെ എടുക്കാനാണ്. ചേട്ടൻ ഹരിയാനയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം ചേട്ടനെ വണ്ടി ഇറങ്ങുന്നത് ഷൊർണൂരാണ് കേട്ടോ. അപ്പം ഞാനും പുള്ളിക്കാരനും ചേട്ടനെ കൂട്ടിക്കൊണ്ടുവരാണ് കേട്ടോ പോകുന്നത്. ഇപ്പം എൻ്റെ ചേട്ടനെ ജോലി ചെയ്യുന്നത് MRF ടയർ കമ്പനിയിലാണ് കേട്ടോ. ചേട്ടൻ അവിടുത്തെ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ ചേട്ടന് സ്ഥലമാറ്റം ബോംബെയിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം ലീവ് എടുത്തിട്ട് നാട്ടിലേക്ക് വരുന്നതാണ്. അപ്പം എൻ്റെ ചേട്ടന് 40 വയസ്സായിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലേ. അപ്പം നിങ്ങളുടെ അറിവില്ലേ വിവാഹം കഴിക്കാത്ത ഈ ഒരു പ്രായത്തിനെ പറ്റിയ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കേട്ടോ ഇത് സത്യത്തിലൊരു വിവാഹാലോചനയാണോ എന്ന്. അങ്ങനെ വിചാരിക്കുന്നതിലും ഒരു തെറ്റില്ല കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ചേട്ടൻ. എൻ്റെ ചേട്ടനെ കാണാൻ തൂവെള്ളയല്ലെങ്കിലും അത്യാവശ്യത്തിന് നല്ല കളറുണ്ട് കേട്ടോ. ചേട്ടന് ജോലി ഗൾഫിലൊന്നുമല്ലെങ്കിലും നാട്ടിലെ ജോലി നല്ല അടിപൊളി ജോലിയാണ് കേട്ടോ. അങ്ങനെ ഞാനും ചേട്ടനും പുള്ളിക്കാരനും കൂടിയിട്ട് വണ്ടിയിൽ കയറി അങ്ങനെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. പോണ വഴിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഉത്രാലിക്കാവ് അമ്പലം ഉള്ളത്. എന്നാൽ പിന്നെ അത് കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ ഒരു മോഹം. അപ്പോൾ ആ ഫോട്ടോ എടുത്തു. ഞങ്ങൾ 3 പേര് നിന്നിട്ടാണ് കേട്ടോ ഫോട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ നടുവിൽ നിൽക്കുന്നതാണ് കേട്ടോ എൻ്റെ ചേട്ടൻ. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ നിങ്ങളുടെ അറിവിൽ വല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ.